ഹോസ്പിറ്റലിൽ പോകാതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് വാങ്ങാൻ. അപ്പൊ അങ്ങനെ നമ്മൾ ടെലി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ച് റിപ്പോർട്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടെല്ലാം കാണിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അലർജീൻ്റെ മരുന്നെല്ലാം തന്ന് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പൊന്നം കഫേയിൽ പോയി ഒരു മസാല ദോശയും ചായയും കുടിച്ച് അപ്പം അങ്ങനെ നമ്മൾ ചായയെല്ലാം കുടിച്ച് നേരെ ഞാൻ എൻ്റെ അനിയത്തീൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടെ മോളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. അവിടെ കുറച്ച് സമയം ഇരുന്ന് ഞാനെല്ലാം പറഞ്ഞു. ഒരു ഹായ് എല്ലാം പറഞ്ഞ എൻ്റെ ചാനലിൽ മേക്കപ്പ് ഇല്ലാത്തതായത് പണ്ടത്തെ ചാരു കസേല ഉണ്ടാ, പണ്ടുള്ള നല്ല അച്ചാച്ചന്മാർ ചാരു കസേല. ഇന്ന് ഞാൻ യൂട്യൂബിലെല്ലാം കുറേ കണ്ടത് ഒരു ഇതാണ്, നമ്മളിത് പാൽക്കപ്പ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനിതാ കപ്പ വാങ്ങിയിട്ടുണ്ട്. ഇത് നല്ല ക്ലീനാക്കി എടുത്തിട്ട് വേഗം വരും. അപ്പം അങ്ങനെ എൻ്റെ പുതിയ കുക്കറിലാണ് ഞാൻ കപ്പ പുഴുങ്ങുന്നത്. കപ്പയെല്ലാം നല്ലോണം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഉപ്പിട്ട് ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ മഞ്ഞൾപ്പൊടിയോ വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിലേക്ക് വേണ്ട കുറച്ചുള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഒരു 2 പച്ചമുളക് പിന്നെ ഒരു അരമുറി തേങ്ങ ചിരകി പിഴിഞ്ഞ് പാലെടുക്കണം. അപ്പോൾ നമുക്ക് ഇതാദ്യം ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇതാ എൻ്റെ കപ്പ നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതിൽ ചേർക്കുക. എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലൊഴിക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കുക. അങ്ങനെ ഇത് നമ്മളെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് റെഡിയായി. നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്കിത് കടുക് താളിക്കാം. അപ്പം നമുക്ക് കടുക് താളിച്ചാലോ? അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി കുറച്ച് കടുക് ഇടാം. അപ്പോൾ അങ്ങനെ കടുക് ഇട്ടിട്ടുണ്ട്. കടുകെല്ലാം നല്ലോണം പൊട്ടി ഇതിലേക്ക് നമുക്ക് വറ്റൽ മുളക് ഇടാം. പിന്നെ വറ്റൽ മുളക് കൊടുത്ത് കുറച്ച് കറിവേപ്പില, അത് നമുക്ക് ഇത് കിഴങ്ങിൽ താളിച്ചിട്ടാലോ?
നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് മത്തി, അപ്പം നമുക്ക് ഒരു മത്തി മുളകിട്ടാലോ. പാൽക്കപ്പയും മത്തി മുളകിട്ടതും. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി ഇതിൽ നമുക്ക് കുറച്ച് കടുകും ഉലുവയും ഇടാം. അങ്ങനെ കടു പൊട്ടി ഇനി ഇതിൽ കുറച്ച് ഉലുവ. അങ്ങനെ കടു ഉലുവ എല്ലാം പൊട്ടി ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി എല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിന്ന് കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടി വഴറ്റും. അപ്പോൾ ഇത് നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇത് കഴിഞ്ഞിട്ട് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് നല്ലോണം ഒന്ന് വഴറ്റി ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇത് നല്ലോണം വഴറ്റി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. വാളൻപുളി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കുക. ഉപ്പെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് മീനിടുക. അപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ച കുഞ്ഞിമത്തി അത് നമുക്കിതിലിടാം. അപ്പം അങ്ങനെ മത്തി ഇട്ടിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കും. അപ്പോൾ ഇത് നമ്മളെ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്നും കൂടി തിളക്കാൻ വെക്കാം. കുറച്ചുകൂടെ കറിവേപ്പില ഇടാം. അപ്പം അങ്ങനെ നമ്മളെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി പാൽക്കപ്പയുടെ കൂടെ നമുക്ക് ഈ മീൻകറിയും കഴിക്കാം. അങ്ങനെ എൻ്റെ പാൽക്കപ്പയും മീൻ മുളകിട്ടതും റെഡിയായി. ഇതാ അടിപൊളി ടേസ്റ്റ്.